ചവറയിൽ പാലിയേറ്റീവ് രോഗി കുടുംബസംഗമം നടത്തി. പുതുക്കാട് ഗവൺമെന്റ് LPSലാണ് സാന്ത്വന സ്പർശം എന്ന പേരിൽ പരിപാടി സംഘടിപ്പിച്ചത്. ചവറ ഗ്രാമപഞ്ചായത്ത് കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെ നേതൃത്വത്തിലാണ് പാലിയേറ്റീവ് രോഗി കുടുംബസംഗമം സംഘടിപ്പിച്ചത്. സാന്ത്വന സ്പർശം എന്ന പേരിൽ പുതുക്കാട് ഗവൺമെന്റ് LPSലായിരുന്നു കുടുംബസംഗമം നടത്തിയത്. ഇതോടൊപ്പം ഭക്ഷ്യധാന്യ കിറ്റ് വിതരണം, കലാപരിപാടികൾ എന്നിവയും നടന്നു. NK പ്രേമചന്ദ്രൻ MP ഉദ്ഘാടനം ചെയ്തു. പീപ്പിൾസ് വെൽനസ് സെന്റർ എന്ന പേരിൽ ജനകീയ ആരോഗ്യ കേന്ദ്രങ്ങൾ ഉൾപ്പെടെയുള്ള ഏറ്റവും വലിയ നെറ്റ്വർക്കാണ്, പൊതുജനാരോഗ്യ ശൃംഖലയാണ് നമ്മുടെ നാട്ടിൽ നിലനിൽക്കുന്നത്. ആ പൊതുജനാരോഗ്യ സംവിധാനത്തിലൂടെ പരമാവധി ചികിത്സ ഉറപ്പുവരുത്താമെങ്കിൽ പോലും ചികിത്സാനന്തരമുള്ള പരിചരണവും ശുശ്രൂഷയും ഉറപ്പുവരുത്താൻ ആർക്ക് കഴിയും? അത് ആശുപത്രികൾ മാത്രം വിചാരിച്ചാൽ ചെയ്യാൻ കഴിയുന്ന കാര്യമല്ല. അവരെയാണ് വീടുകളിൽ പരിചരിക്കുക, വീടുകളിൽ ശുശ്രൂഷിക്കുക, അതിനാവശ്യമായിട്ടുള്ള ഭൗതിക സാഹചര്യങ്ങൾ ഒരുക്കി കൊടുക്കുക. ഈ കാര്യങ്ങൾ ചെയ്യുന്നതിലൂടെ ഏറ്റവും വലിയ ജീവകാരുണ്യ പ്രവർത്തനമാണ്, ഈ സന്നദ്ധ പ്രവർത്തനമാണ് സത്യത്തിൽ പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ നടക്കുന്ന പാലിയേറ്റീവ് ശുശ്രൂഷ. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് JR സുരേഷ് കുമാർ അധ്യക്ഷത വഹിച്ചു. വൈസ് പ്രസിഡന്റ് IJ ലക്ഷ്മി സ്വാഗതം പറഞ്ഞു. പാലിയേറ്റീവ് ഉപകരണങ്ങളുടെ വിതരണോദ്ഘാടനം ഡോക്ടർ സുജിത്ത് വിജയൻപിള്ള MLA നിർവഹിച്ചു. എല്ലാ വർഷവും ഇതുപോലെ ബൃഹത്തായ രീതിയിൽ തന്നെ സാന്ത്വന സ്പർശം എന്ന രൂപത്തിൽ സാധാരണഗതിയിൽ ഹോസ്പിറ്റലിൽ വെച്ച് തന്നെയാണ്, നമ്മുടെ കമ്മ്യൂണിറ്റി ഉത്തര ആശുപത്രിയിൽ എന്ന് പറയുന്ന ഫാമിലി ഹെൽത്ത് സെന്ററിൽ വെച്ച് തന്നെയാണ് ഇങ്ങനെ പരിപാടികൾ ആസൂത്രണം ചെയ്യുന്നത്. ഇന്നിപ്പം കുറച്ചധികം പേർക്ക് ഈ വർഷം പദ്ധതിയിൽ ഉൾപ്പെടുത്തിയതിനാലാകാം ഇന്നിവിടെ സ്കൂളിൻ്റെ ഓഡിറ്റോറിയത്തിൽ ഇങ്ങനെ പ്രോഗ്രാം നടത്തുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് വാക്കറുകളും അതുപോലെ വീൽ ചെയറും അതുപോലെ ഭക്ഷ്യ കിറ്റുകളും ഒക്കെ നൽകുന്ന വിവിധ രീതിയിലുള്ള സാധന പരിപാടികളാണ് ആസൂത്രണം ചെയ്തിരിക്കുന്നത്. IRELMD NS അജിത ഭക്ഷ്യക്കിറ്റുകൾ വിതരണം ചെയ്തു. ജില്ലാ പഞ്ചായത്ത് അംഗം അഡ്വക്കേറ്റ് CP സുധീഷ് കുമാർ, അബ്ദുൽ ലത്തീഫ്, സോഫിത നദീർ, ജിജിആർ, ജനപ്രതിനിധികൾ, ആശാപ്രവർത്തകർ, പാലിയേറ്റീവ് പ്രവർത്തകർ, ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ചവറ.